4 പെൺമക്കളുടെയും അവർ മുതിർന്ന ശേഷവും കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് സിന്ധു കൃഷ്ണ പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായതുകൊണ്ട് 23 വയസ്സിൽ തന്നെ ആദ്യ കുഞ്ഞിനും ജന്മം നൽകി. ഇളയ മകൾ ഒഴികെ സിന്ധുവിന് മറ്റ് 3 പെൺമക്കളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അഹാന കൃഷ്ണയ്ക്ക് 2.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് രണ്ടാമത്തെ മകൾ ദിയയെ സിന്ധു പ്രസവിക്കുന്നത്. ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ മക്കളെ ശിക്ഷിക്കുമ്പോൾ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് സിന്ധു ഇപ്പോൾ. അഹാന ചെയ്തൊരു കുസൃതികളുടെ പേരിൽ 2.5 വയസ്സുള്ള മകളെ താൻ ഒരുപാട് തല്ലിയെന്നും അതിൽ ഇപ്പോഴും ഖേദമുണ്ടെന്നും സിന്ധു പറയുന്നു. മക്കളെ തല്ലിയിട്ടുണ്ടോ എന്ന് പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയവയാണ് സിന്ധു ഇക്കാര്യമെല്ലാം പറഞ്ഞത്. എല്ലാ പിള്ളേരെയും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും. അതുപോലെ ഓസി ജനിച്ച് 7 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മു ഒരിക്കൽ ഒരു കുഞ്ഞ് പോപ്പിക്കുട വെച്ച് ഓസിയുടെ തലയ്ക്ക് ഒരു അടി കൊടുത്തത്. അന്ന് അമ്മുവിനെ ഞാൻ കുറേ അടിച്ചു. തൂക്കിയെടുത്തൊക്കെ എറിഞ്ഞു അന്ന് എനിക്ക് അത്രത്തോളം ടെൻഷനായിപ്പോയി. ഓസി ഇനി മരിച്ചു പോകുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. ആ അടി കിട്ടി ഓസിയുടെ നെറ്റിയിൽ മുറിവായി. ശ്വാസം കിട്ടാതെ കരയുന്നുമുണ്ട്. അമ്മുവിനെ അന്ന് ഞാൻ കുറേ അധികം അടിച്ചു. പക്ഷേ ആ സംഭവം ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അമ്മുവിനും അന്ന് 2.5 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളത്. എന്തിനാണ് അങ്ങനെ അടിച്ചതെന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കാമായിരുന്നുവെന്ന്. എനിക്ക് തന്നെ ഒരു 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് ഞാൻ അന്ന് അമ്മുവിനെ അടിച്ചത്. എന്തിനാണ് ഓസി അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് TV-യിൽ പറയുന്നത് കേട്ടു. വടി കൊണ്ട് തല്ലല്ലേ സാറേ, വേണേൽ പോപ്പിക്കുട കൊണ്ട് തല്ലിക്കോളൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പോപ്പിക്കുട വെച്ച് അടിച്ചതെന്ന് അവൾ പറഞ്ഞു. ആ ഫേമസ് കഥ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഓസിയും കരച്ചിൽ നിർത്തി. അമ്മുവിനെയും കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. പക്ഷേ അന്ന് അത്രത്തോളം അടിച്ചാൽ എനിക്ക് വിഷമമുണ്ട് എന്നാണ് സിന്ധു പറഞ്ഞത്. അഹാന പക്ഷേ ഇന്ന് തൻ്റെ 3 സഹോദരന്മാർക്കും ഏറെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. സഹോദരൻ എന്നതിലുപരി അമ്മയുടെ സ്ഥാനം തന്നെയാണ് ദിയും ഇഷാനിയും ഹൻസിയും എല്ലാം അഹാനയ്ക്ക് നൽകുന്നത്. സഹോദരിമാരുടെ ഏത് ആവശ്യത്തിനും മുന്നിൽ തന്നെ അഹാനയും ഉണ്ടാകും. മറ്റ് പെൺമക്കളെ പ്രസവിച്ച ശേഷം അവരെ പരിപാലിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും അഹാനയാണ്. സിന്ധു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അഹാനയും ഇളയ സഹോദരി ഹൻസികയും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതോടെ ദിയുടെ സ്ഥാപനത്തിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നപ്പോൾ ദിയ്ക്കൊപ്പം നിന്ന് തട്ടിപ്പുകാരികളെ പിടികൂടാൻ സഹായിച്ചതടക്കം അഹാനയായിരുന്നു. അഹാനയെ പോലൊരു സഹോദരി എല്ലാവരുടെ ജീവിതത്തിലും വേണമെന്നുള്ള കമൻറ്റുകൾ താരം സഹോദരിമാരെ കുറിച്ച് പോസ്റ്റുകളും വീഡിയോകളും പങ്കുവയ്ക്കുമ്പോൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ദിയുടെ ഗർഭകാലത്ത് കുഞ്ഞ് പിറന്ന ശേഷവും സിന്ധുവിനെ പോലെ തന്നെ ദിയെയും കുഞ്ഞിനെയും പരിപാലിക്കുന്ന ഒരാൾ അഹാനയാണ്. ഒമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൻറ്റി അഹാനയാണെന്നാണ് പൊതുവെ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകൾ കാണുമ്പോൾ തോന്നുന്നത്. കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.